2 മാസത്തിനകം ഇന്ത്യ ക്ഷമ പറഞ്ഞ് തിരിച്ചെത്തുമെന്ന് ട്രംപിന്റെ വാണിജ്യകാര്യ സെക്രട്ടറി പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഈ മാസം അമേരിക്കയിൽ നടക്കാനിരിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി പോകാനിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര റദ്ദാക്കി. പകരം പോകുക എസ് ജയശങ്കർ. ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് ട്രംപ് മറുപടി നൽകിയത്. ട്രംപ് പറയുന്നത് താനും നരേന്ദ്രമോദിയും ഇപ്പോഴും നല്ല സുഹൃത്തുക്കൾ തന്നെയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ ചെയ്യുന്നത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത് ചില നിമിഷങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യ അമേരിക്ക ബന്ധം വളരെ ദൃഢമാണ്. അത് മുൻപോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് നരേന്ദ്രമോദി ഈ ട്രംപിനെ ടാഗ് ചെയ്തുകൊണ്ട് അതിന് മറുപടി നൽകിയിരിക്കുന്നത്. ഏതായാലും വികാരങ്ങളെ താൻ മാനിക്കുന്നു, നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മോദി അതിന് ഒരു മറുപടി നൽകിയിരിക്കുന്നത്. ഏതായാലും ട്രംപ് ആയതുകൊണ്ട് ഇന്നലെ ട്രംപ് പറഞ്ഞത് ഇന്ത്യയും റഷ്യയും നമ്മളെ വിട്ട് ഇരുണ്ട ചൈനയുമായി കൂട്ടുചേരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അവർക്ക് ഭാവുകങ്ങളൊക്കെ ട്രംപ് നേരുകയുണ്ടായി. അതിന്റെ ഒരു നാവെടുക്കും മുമ്പ്, അതായത് 24 മണിക്കൂർ തികയും മുമ്പ് തന്നെയാണ് ട്രംപിന്റെ ഈ ഒരു മലക്കം മറിച്ചിൽ. ഏതായാലും ഇന്ത്യ അതിനോട് പറഞ്ഞിട്ടുണ്ട്, വികാരപരമായ ഈ സമീപനത്തെ തങ്ങൾ നല്ല രീതിയിൽ തന്നെ കാണുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുമെന്ന് നിർമ്മലാ സീതാരാമനും അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ ബ്രിക്സിൽ ഒരു നിർണായക ഉച്ചകോടി, ഒരു അടിയന്തര ഉച്ചകോടി വിളിച്ച് ചേർത്തിട്ടുണ്ട്. ബ്രസീലിയൻ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിലാണ്. കാരണം ബ്രസീലിയൻ പ്രസിഡന്റാണ് ഇപ്പോൾ ബ്രിക്സിന്റെ അധ്യക്ഷൻ. അദ്ദേഹം ഒരു അടിയന്തര ഉച്ചകോടി വിളിച്ചു ചേർത്തിരിക്കുന്നു. അതിലും എസ് ജയശങ്കർ പങ്കെടുക്കും. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയില്ലാതെ മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു വലിയ ബോധം ഇപ്പോൾ ട്രംപിനും വന്നു തുടങ്ങിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. കാരണം പല വിദഗ്ധരും, അമേരിക്കയിലൊക്കെയുള്ള വിദഗ്ധരടങ്ങിയ ആളുകൾ, അല്ലെങ്കിൽ നയതന്ത്ര വിദഗ്ധരും മറ്റുമൊക്കെ ട്രംപിനോട് പറയുന്നത് ഇന്ത്യയെ നിങ്ങൾ പിണക്കുന്നത് അപകടം ചെയ്യും ഭാവിയിൽ. കാരണം ചൈനയാണ് നമ്മുടെ പ്രധാന ശത്രു. അവിടെ നമുക്ക് വിശ്വസ്തനായ ഒരു പങ്കാളിയാണ് ഇന്ത്യ. അവരെ അകറ്റുകയാണെങ്കിൽ സ്വാഭാവികമായി ഏഷ്യയിലേക്കുള്ള നമ്മുടെ എൻട്രി തന്നെ അടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയെ മാറ്റി നിർത്തി മുൻപോട്ട് പോകാനും കഴിയില്ല എന്നുകൂടി അവർ പറഞ്ഞു. ഏതായാലും ട്രംപിന്റെ ഈ മലക്കം മറിച്ചിലിന് എത്ര സമയത്ത് ആയുസുണ്ടെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.